ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ആരാന്റെ സ്വത്ത് അവൻ അറിയാതെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, തനിക്കർഹതപ്പെടാത്ത ഒരു മുതല് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ, ആ വ്യക്തി അറിയാതെ, അതേ ഞാൻ സ്വകാര്യമായി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ആ അടിച്ചെടുത്ത മനുഷ്യൻ അടിച്ചെടുക്കപ്പെട്ട വസ്തുവുമായി കൊണ്ട് ജനകോടികളുടെ മുമ്പിൽ അവനെ വഷളാക്കുന്ന നിലയ്ക്ക് ആ സാധനവും വഹിച്ചുകൊണ്ടവൻ വരവായി എന്നാണ് ഖുർആൻ പറയുന്നത്. ആരെങ്കിലും അങ്ങനെ വഞ്ചന നടത്തി മുട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വരും ബിമാ ഗല്ല, അവൻ വഞ്ചിച്ചെടുത്ത സ്വത്തെന്താണോ ആ സ്വത്ത് അവന്റെ പെരടിയിൽ ബന്ധിക്കപ്പെട്ട നിലക്ക് യൗമൽ ഖിയാമ അന്ത്യനാളിൽ അവൻ വരികയാണ്. സുമ്മ തുവഫാ, പിന്നീട് പൂർത്തിയായി നൽകപ്പെടുന്നു. കുല്ലു നഫ്സിൻ, ഓരോരുത്തർക്കും മാ കസബത്, എന്താണ് സമ്പാദിച്ചതെങ്കിൽ, വഹും ലാ യുദ്ലമൂന, ഒരു നിലക്കും അവർ ദ്രോഹിക്കപ്പെടൂല. അതേ, ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുമ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ഈ അടിച്ചെടുത്ത സാധനം എന്തുമാവട്ടെ അതും കൊണ്ടവൻ മഹ്ശറിൽ വരും. ഹാമിലൻ ലഹു വലാ ലഹ്രിഹി വഅലാ റഖബതിഹി, അവന്റെ മുതുകിലും അവന്റെ പെരടിയിലും ആ വസ്തുവും ചുവന്നുകൊണ്ടാണ് അവൻ വരിക. മുഅദ്ദബൻ ബിഹംലിഹി വസിഖലിഹി, അതിന്റെ ഭാരവും അവനൊരു ശിക്ഷയാണ്. വമർഊബൻ ബിസൗതിഹി, ആ വസ്തു പുറപ്പെടുവിക്കുന്ന ശബ്ദവും അവന് ഭയാനകമാണ്. വമുവബ്ബഖൻ ബിഇദ്ഹാരി ഖിയാനതിഹി, അവനതാരും കാണാതെ എടുത്ത ഏർപ്പാടല്ലേ ആ വഞ്ചിച്ചെടുത്ത സ്വത്ത് എന്തുമാകട്ടെ, ആ ഖിയാനത്തതാ വെളിവാക്കപ്പെട്ടുകൊണ്ടവൻ മഹ്ശറിൽ അപമാനിക്കപ്പെടുകയാണ്. അലാ റൂസിൽ അഷ്ഹാദ്, ജനകോടികളുടെ മുമ്പിലതാ അവൻ വഷളാക്കപ്പെടുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടതാ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, പൊതുമുതലിൽ നിന്ന് കട്ടെടുക്കുന്ന, അഴിമതി നടത്തുന്ന ഭരണാധികാരികളെ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിയുടെ അനുവാദമില്ലാതെ അവിടുത്തെ വസ്തുക്കൾ അടിച്ചു മാറ്റുന്ന തൊഴിലാളികളെ, അതെ, വമിനൽ ഗുലൂലി ഗുലൂലുൽ ഹുക്കാമി വൽ മുവല്ലിഫീന വൽ ഉമ്മാലി വൽ ഗുലാത്തി മിനൽ അംവാലിൽ അമ്മ, പൊതുമുതലിൽ നിന്ന് അവരറിയാതെ അടിച്ചെടുക്കുന്ന ഭരണാധികാരികളാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും നേതാക്കളാണെങ്കിലും പ്രസിഡന്റ് സെക്രട്ടറിമാരാണെങ്കിലും ഭാരവാഹികളാണെങ്കിലും ലേബർ തൊഴിലാളികളാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും, വഖദ് വല്ലഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് വളരെ വ്യക്തമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു ഹദീസിലൂടെ. പ്രവാചകൻ അവിടുത്തെ കാലത്ത് ഓരോ വസ്തുക്കൾ അങ്ങനെ എടുത്തു പറഞ്ഞു. എടുത്തിട്ട് പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ ഒരു ദിവസം എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് ദാ പ്രസംഗിക്കുകയാണ്. ഫദക്കറൽ ഗുലൂല, ഇങ്ങനെ അടിച്ചെടുക്കുന്നത് ആരാന്റെ മുതല്, അടിച്ചെടുക്കുന്ന ആ രൂപത്തിൽ വഞ്ചിച്ചെടുക്കുന്ന സ്വത്തിന്റെ കാര്യം അവിടുന്ന് പറഞ്ഞു, പരാമർശിച്ചു. ഫഅല്ലമഹു, ആ കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു. വഅല്ലമംറഹു, ആ കാര്യത്തിന്റെ ആ വിഷയവും അതിന്റെ എല്ലാ തലസ്പർശിയായ വിവരണവും നബി തങ്ങൾ നടത്തിയിട്ട് പറയുന്നു, ലാ ഉൽഫിയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി ബഈറുൻ ലഹു റുഗാ യഖൂലു യാ റസൂലല്ലാഹ് അഗ്സിനി ഫഅഖൂലു ലാ അംലികു ലക ശൈആ ഖദ് അബ്ലഗ്തുക. ശരിക്കും ശ്രദ്ധിച്ചോളി, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഉൽഫിയന്ന അഹദകും, ഞാൻ നിങ്ങളെ കാണാൻ ഇടവരാതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാൻ ഇടവരാതിരിക്കട്ടെ. എപ്പോൾ? യജീഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ ഒരാൾ വരുന്നത് ഞാൻ കാണാതിരിക്കട്ടെ, ഞാൻ നിങ്ങളെ ആ അവസ്ഥയിൽ കാണാതിരിക്കട്ടെ. എന്തായിരിക്കും അന്നത്തെ അവസ്ഥ? അലാ റഖബതിഹി, അവന്റെ പെരടിയിലുണ്ട് ബഈറുൻ, ഒരു ഒട്ടകം. അതേ, പൊതുമുതലിൽ നിന്ന് അടിച്ചെടുത്ത ഒട്ടകമാണ്.
ആ ഒട്ടകത്തെ പെരടിയിൽ ചുമന്നിട്ടുണ്ട്. ലഹൂറുഗാവുൻ, ആ ഒട്ടകം ഇങ്ങനെ കരയുന്നുണ്ട്. ഒട്ടകത്തിന്റെ ആ ശബ്ദം ഇങ്ങനെ ഈ മനുഷ്യന്റെ പെരടിയിൽ ഇരുന്നു കൊണ്ട് ആ ഭാരവും വഹിച്ച് ഒട്ടകത്തെയും ചുമന്ന് അലറുന്ന ഒട്ടകത്തെയും കൊണ്ട് ആളുകൾക്കിടയിൽ ഉരുചുറ്റുന്ന രംഗം ഞാൻ നിങ്ങളെ കാണാതിരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ എന്നെ കാണുമ്പോൾ യഖൂലു പറയും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഗ്സിനി, എന്നെ സഹായിക്കണേ നബിയേ. ഇതും പറഞ്ഞ് എന്നെ സമീപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സഹായിക്കണേ എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുമ്പോൾ ഞാൻ എന്തേ പറയൂ? ലാം ലികുലക ശൈആ, നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ എന്നെ കൊണ്ടാവില്ല, നിനക്കൊരു സഹായവും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഖദ് അബ്ലഗ്തുക, ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞും പഠിപ്പിച്ചും തന്നവനാണ്. ഞാൻ അവിടുന്ന് അത് പറയാൻ നിൽക്കരുതേ, നിങ്ങളെ സഹായിക്കാൻ കഴിയൂല. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ലാ ഉൽഫിയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ഫറസുൻ, അതേ കുതിരക്കുട്ടിയെയും കൊണ്ട് പെരടിയിൽ കുതിര, ശബ്ദിക്കുന്ന കുതിരയുമായി വരുന്നവനും ഇതേ അവസ്ഥ. പെരടിയിൽ ആട്ടിനെയുമായി കൊണ്ട്, കരയുന്ന ആടിനെയും പെരടിയിൽ വഹിച്ചുകൊണ്ട് മഹ്ശറിൽ വരുന്നവൻ. അതുപോലെ തന്നെ പെരടിയിലതാ അടിച്ചെടുത്ത ഒരു പുതപ്പാണെങ്കിലും ശരി, പൊതുമുതലിൽ നിന്നുള്ള ഒരു ബ്ലാങ്കറ്റാണ്, ഒരു പുതപ്പാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തുണികളാണ്, ഏതെങ്കിലും വസ്തുക്കളാണ്, ഇനി അതാ ജീവനില്ലതോ ഇല്ലാത്തതോ ആയ ഏത് ചരാചരങ്ങളിൽപ്പെട്ട എന്ത് നിങ്ങൾ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ആ കട്ടെടുത്ത വസ്തുക്കൾ നിങ്ങളുടെ പെരടിയിൽ ചുമന്നിട്ട് ആളുകൾക്കിടയിൽ നിങ്ങൾ പരസ്യമായി ഇങ്ങനെ നടത്തിക്കുമ്പോ എന്നെ കാണുമ്പോ എന്നോട് സഹായിക്കണേ നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടാവില്ല. അന്ന് നിങ്ങൾക്ക് ഇതൊക്കെ വരാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത വാചകങ്ങളാ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കേൾപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മാരകമായ രൂപത്തിലുള്ള ഏറ്റവും വലിയൊരു പാപം തന്നെയാണത് പൊതുമുതൽ. ഇന്നത്തെ ലോകത്തെയൊക്കെ പറയാനുണ്ടോ? കോടികളാണ് കെട്ടുമുടിക്കുന്നത്, കോടികൾ. 1 കോടി 2 കോടിയൊന്നുമല്ല. പത്രങ്ങൾ വായിച്ചു നോക്കിയാൽ പൊതുമുതലിൽ നിന്ന് അടിച്ചെടുക്കുന്ന കണക്കുകൾ എത്ര 0 ഇട്ട് കൊടുത്താലും അധികമാവില്ല. അത്ര വലിയ രൂപത്തിലുള്ള വലിയ അഴിമതികളാണ് ലോകത്ത് നടക്കുന്നത്. വലിയവന്മാരങ്ങനെ, ചെറിയവന്മാരങ്ങനെ. ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മുതലാളി അറിയാതെ എങ്ങനെയൊക്കെ പൈസ വലിക്കാൻ പറ്റുമോ? സാധാരണ പണ്ട് പ്രവാസികളെ കുറിച്ച് തമാശയിൽ പറയാറുണ്ട്, മൂപ്പർക്ക് വലിവിന്റെ അസുഖമുണ്ട്. നമ്മൾ വിചാരിക്കും ആസ്തമയാണ്. അല്ല, കാഷ്യറാണ്. എന്നിട്ട് എന്ത് ചെയ്യും? വലിക്കാണ്. വലിവിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ എന്താ? പൈസ വലിക്കാണ്. എന്നിട്ട് അതിനൊക്കെ മസ്സരി ഉണ്ടാക്കി കൊടുക്കുക ആൾക്കാർ. അത് പോകുമ്പോ അറബിനോട് പറഞ്ഞാൽ മതി. പോകുമ്പോ ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പതുക്കെ പറയാൻ ഞാൻ 500 അടിച്ചിട്ടുണ്ട് കേട്ടോ. പോയിക്കോ. അയാൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇതൊരു തമാശയായിട്ട് പറയാറുള്ളതാണെങ്കിലും പ്രിയ സഹോദരാ, ഇത് പ്രവാസികൾക്കിടയിൽ സുലഭം തന്നെ. രക്ഷപ്പെടൂല. ഒരു ദിർഹം പോലും അന്യായമായി പോക്കറ്റിൽ വന്നെങ്കിൽ ആരും അറിഞ്ഞില്ലെന്നല്ലേ വിചാരിച്ചത്? അലാ റൂസിൽ അശ്ഹാദ്, ജനകോടികളുടെ മുമ്പിൽ പരസ്യപ്പെടുത്താൻ പോകുന്നു. അന്യായമായതൊരാളത് എടുക്കണ്ട. അല്ലാതെ തന്നെ നമുക്കൊക്കെ എത്ര കണക്ക് പറയേണ്ടി വരും, എത്ര പറയേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് ഒരാളുടെ മുതലും നമ്മൾ അന്യായമായിട്ട് എടുക്കണ്ട. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. പൊതുമുതലൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വളരെ ഗൗരവമാണ്. അതൊക്കെ ഒരു ചിന്തയിലേക്ക് തീരെ വിഷയീഭവിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയുന്നു, നമുക്കർഹതപ്പെടാത്തത് അടിച്ചു മാറ്റുന്നത് വലിയ ഒരു പാതകമാണ്. തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ. ചില ആൾക്കാരോട് തിരിച്ചു കൊടുത്തിട്ട് തൗബക്ക് തയ്യാറായ വലിയ വിഷയവുമായിരിക്കും. ഇങ്ങനെയുണ്ട് ഒരു പ്രശ്നം.